നമസ്കാരം. 2024 ഓൺലൈൻ ബിസിനസ് ചെയ്ത് മികച്ച വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും തിരഞ്ഞെടുക്കാവുന്ന 3 ബിസിനസ് മെത്തേഡുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ 3 ബിസിനസ് മെത്തേഡുകൾ ഞാൻ ഉപയോഗിച്ച് അതിലൂടെ വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ്. അപ്പോൾ എന്തൊക്കെയാണ് ആ ബിസിനസ്, അതിൽ നിങ്ങൾ നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ, അതിന് എത്രത്തോളം നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കാൻ പറ്റും, ഒരു ബിഗിനർക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഏകദേശം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കൂടുതലായിട്ടുള്ള ഐഡിയകൾ നിങ്ങൾ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ കയറിയിട്ട് സെർച്ച് ചെയ്യാം. പക്ഷേ മെത്തേഡ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക്, ആ ഐഡിയ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരും. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ന്യൂസ് ആൻഡ് മാഗസീൻ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നതാണ്. നിങ്ങൾക്കറിയാം, എനിക്ക് സ്വന്തമായിട്ട് കുറച്ച് വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്. ഇതിനെ പറയുകയാണ്, ഒരു ചുരുക്കി പറയുന്നത് ബ്ലോഗ് എന്ന് പറയും. അതായത് പല ടൈപ്പ് കോണ്ടന്റുകൾ, പല ടൈപ്പ് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ ഇടുക. ഇപ്പോൾ ന്യൂസൊക്കെ കണ്ടില്ലേ, ഫിനാൻസ് റിലേറ്റഡ് ന്യൂസ്, കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ, പ്രാദേശിക തരത്തിലുള്ള ന്യൂസുകൾ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ന്യൂസുകൾ മാത്രം അപ്ഡേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക വിഷയമെടുത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ന്യൂസ് അപ്ഡേറ്റുകൾ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് മികച്ച രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ഗുണം, നമ്മൾ ഫേസോ കാര്യങ്ങളൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് കീവേഡ് കാര്യങ്ങളൊക്കെ ചെയ്ത്, SEO കാര്യങ്ങളൊക്കെ ചെയ്ത്, ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ ഒരുപാട് ട്രാഫിക്, ഒരു 100-300 ആൾക്കാർ ഇത് കാണാനുണ്ടെങ്കിൽ അവരിൽ നിന്ന് നല്ലൊരു വരുമാനം കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഇത് വരുമാനം കിട്ടുക എന്ന് വെച്ചാൽ, അഡ്വർടൈസ്മെന്റ് നിന്നാണ് ഇത് വരുമാനം കിട്ടുക. ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രൊഫഷണൽ ബ്ലോഗ് തന്നെ ക്രിയേറ്റ് ചെയ്യുക, ഒരു പ്രൊഫഷണൽ വെബ്സൈറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുക. ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കോണ്ടന്റുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു പോർട്ടൽ എന്നാണ് ഉദ്ദേശിക്കുക. ഒരു ന്യൂസ് പോർട്ടൽ അല്ലെങ്കിൽ ഒരു മാഗസീൻ പോർട്ടൽ എന്ന് നമ്മൾ ഉദ്ദേശിക്കും. അപ്പോൾ ഈ മാഗസീൻ പോർട്ടൽ ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ ഒരു ചലഞ്ച്. പ്ലസ് ഈ മാഗസീനിന് എങ്ങനെയാണ് വരുമാനം കിട്ടുക, ഇതിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ധാരണയുള്ള ഒരാൾ നമുക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോകൾ നിരന്തരമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. ന്യൂസ് ആൻഡ് മാഗസീൻ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പാക്കേജ് കൂടി അവൈലബിൾ ആണ്. അത് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റായ netwale.com, ഇത് നമ്മുടെ ഒരു വെബ്സൈറ്റാണ്. നെറ്റ്വാലയിൽ നിന്ന് ഗൂഗിളിൽ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. ഇതിനകത്ത് നമ്മുടെ സർവീസസ്, പ്രോഡക്റ്റിനകത്ത് ഈ സർവീസസ് എന്ന് പറഞ്ഞ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പാക്കേജ് ഇവിടെ കാണാൻ പറ്റും. ഇത് ന്യൂസ് ആൻഡ് മാഗസീൻ വെബ്സൈറ്റാണ്. ഇതിനകത്ത് കംപ്ലീറ്റ് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആൻഡ് മാഗസിൻ വെബ്സൈറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് അതിനകത്ത് അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഈ ന്യൂസ് ആൻഡ് മാഗസീൻ വെബ്സൈറ്റിൽ നിന്ന് ഏകദേശം 10-15 ലക്ഷം രൂപയോളം വരുമാനം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രൂഫ് പലപ്പോഴും നമ്മുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വരുമാനം നമുക്ക് ലഭിക്കുന്നത് ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം ലഭിക്കും, ഗൂഗിളിൽ നിന്നൊക്കെ വരുമാനം ലഭിക്കും. ഇവർ മറ്റ് പല കമ്പനികളുണ്ട്, ആഡ്ജിബ്ര, തബൂല, ഇങ്ങനെ മീഡിയ നെറ്റ്, ഇങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഇത്തരത്തിലുള്ള കമ്പനീസിൽ നിന്നൊക്കെ നമുക്ക് റവന്യൂ ലഭിക്കും. ഇവരുടെ പരസ്യങ്ങൾ നമ്മുടെ ബ്ലോഗിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ സൈഡ് ബാറിലും ഫൂട്ടർ സെക്ഷനിലും ഹെഡർ സെക്ഷനിലും അതുപോലെ തന്നെ ഇതിൻ്റെ ആർട്ടിക്കിൾ, ഇൻലൈൻ ആർട്ടിക്കിളായിട്ടും ഒക്കെ നമുക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പരസ്യങ്ങളിൽ നിന്നാണ് നമുക്ക് ഇതിൽ നിന്ന് വരുമാനം നമുക്ക് ലഭിക്കുന്നത്. അതുകൂടാതെ അഫിലിയേറ്റും ഡ്രോപ്പ് ഷിപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത്തരത്തിലുള്ള മെത്തേഡും ഈ ഒരു വെബ്സൈറ്റിനകത്ത് അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള ന്യൂസ് പോർട്ടൽ സ്റ്റാർട്ട് ചെയ്താൽ ഡൊമൈൻ നെയിം, അൺലിമിറ്റഡ് ഹോസ്റ്റിംഗ്, SL സർട്ടിഫിക്കറ്റ്, ലോഗോ, ഡൈനാമോ റെസ്പോൺസീവ് വെബ്സൈറ്റ്, അൺലിമിറ്റഡ് ആർട്ടിക്കിൾസും കാറ്റഗറി ആഡ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ്, അൺലിമിറ്റഡ് ഇൻഫർമേഷൻ പേജസ്, SEO ഉണ്ട്, അതുപോലെ യൂസർ ഫ്രണ്ട്ലി അഡ്മിൻ പാനൽ, റവന്യൂ സിസ്റ്റം, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉൾപ്പെടെയുള്ള ഒരു മെത്തേഡ് പാക്കേജാണ്. ഇതിന് ടോട്ടൽ കോസ്റ്റ് വരുന്നത് 15,000 രൂപയാണ്. കുറഞ്ഞ മുതൽ മുടക്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെത്തേഡാണ്. ഫേസ് കാണിക്കേണ്ട, വീട്ടിലിരുന്ന് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഏത് ഫ്രീ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഇ-കോമേഴ്സ് ബിസിനസ്സാണ്. ഇ-കോമേഴ്സ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഷോപ്പ് ക്ലൂസ് പോലെ നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു വെബ് പോർട്ടൽ, ഒരു മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെബ് പോർട്ടൽ നിർമ്മിക്കുക. അതിനകത്ത് നമ്മുടെ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ഇല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ വെബ്സൈറ്റ് കാര്യങ്ങൾ നിർമ്മിച്ചു, പ്രോഡക്റ്റ് എവിടെ നിന്ന് കിട്ടും? ഉഡാൻ, ഇന്ത്യ മാർട്ട് പോലെ ഉപയോഗിച്ച് വലിയ ബൾക്കായിട്ട് നിങ്ങൾക്ക് വേണം പർച്ചേസ് ചെയ്യാം. ഇനി പർച്ചേസ് ചെയ്യാൻ പൈസ ഇല്ല, സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാൻ പൈസ ഇല്ലെങ്കിൽ റീസെല്ലിംഗ് ആപ്ലിക്കേഷനായ റീസെൽമി, അതുപോലെ ഗ്ലോറോഡ്, അതുപോലെ മീഷോ, ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനിൽ നിന്ന് പ്രോഡക്റ്റുകൾ എടുത്ത് നിങ്ങൾ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്ത് നിങ്ങൾ സെല്ല് ചെയ്യുക. ഓരോ പ്രോഡക്റ്റ് നിങ്ങൾ സെല്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കസ്റ്റമർ ഓർഡർ വരുമ്പോൾ പൈസ വരുന്ന സമയത്ത് ആ കസ്റ്റമറുടെ ഡീറ്റെയിൽ വെച്ചിട്ട് അവിടെ ഓർഡർ ചെയ്ത് കൊടുത്ത ഡയറക്റ്റ് പ്രോഡക്റ്റ് കസ്റ്റമറുടെ അഡ്രസ്സിലേക്ക് പോകും. നിങ്ങൾക്ക് അതിനിടയിലുള്ള ലാഭം നിങ്ങൾക്ക് എടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇ-കോമേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രോഡക്റ്റുകൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് എടുത്ത് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നതാണ്. വീട്ടിലുള്ള പ്രോഡക്റ്റുകൾ, കാർഷികപരമായിട്ടുള്ള പ്രോഡക്റ്റുകൾ, എന്ത് പ്രോഡക്റ്റും, ഇനി ചിപ്സ് വേണമെങ്കിൽ അതുപോലും നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഇത്തരത്തിലുള്ള ഇ-കോമേഴ്സ് പോർട്ടലിലൂടെ വിൽക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതും നമ്മൾക്കൊരു പാക്കേജ് അവൈലബിൾ ആണ്. ആ പാക്കേജ് നെറ്റ്വാലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇ-കോമേഴ്സ് വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് പാക്കേജ് 15,000
rupees കോസ്റ്റ് വരുന്നത്. ഇതിനകത്തുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പ്രീമിയം റെസ്പോൺസീവ് സൈറ്റ്, ലോഗോ, അൺലിമിറ്റഡ് കാറ്റഗറീസ് പ്രോഡക്റ്റ്, ഫിസിക്കൽ ഡിജിറ്റൽ പ്രോഡക്റ്റ്, അതുപോലെ തന്നെ ഇന്ത്യൻ ഇന്റർനാഷണൽ പേയ്മെന്റ് ഗേറ്റ് വേ, ക്യാഷ് ഓൺ ഡെലിവറി, അൺലിമിറ്റഡ് ഇൻഫർമേഷൻ പേജസ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് വായിച്ച് നോക്കാൻ പറ്റും. 15,000 രൂപയാണ് ഇതിന്റെ റേറ്റ്. മൂന്നാമത്തെ ഒരു മെത്തേഡാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് ഡിജിറ്റൽ സ്റ്റോർ വിത്ത് 100 പ്രോഡക്ട്സ്. ഡിജിറ്റൽ പ്രോഡക്റ്റുകൾ സെല് ചെയ്യുന്ന ഒരു പോർട്ടൽ. അതിന് ഉത്തമ ഉദാഹരണം നമ്മുടെ ഈ ഒരു നെറ്റ് വാലറ്റ് തന്നെയാണ്. ലക്ഷങ്ങൾ വരുമാനം ഇതിലൂടെയും ലഭിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ പല ടൈപ്പ് പ്രോഡക്റ്റുകൾ, ഇ ബുക്കുകൾ, തീമുകൾ, പ്ലഗിൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യം, ഡാറ്റാ ബേസുകൾ, കോഴ്സുകൾ, ഇതൊക്കെ നമ്മൾ റെക്കോർഡഡ് ആയിട്ടുള്ള കോഴ്സുകളെല്ലാം പ്രോഡക്റ്റ് ഒരു വെബ്സൈറ്റിൽ ആഡ് ചെയ്തിടും. ആ പ്രോഡക്റ്റുകളൊക്കെ കസ്റ്റമേഴ്സിന് നമ്മൾ 100 രൂപയ്ക്കോ 200, 300, 500 രൂപയ്ക്ക് കൊടുക്കും. അപ്പോൾ ആൾക്കാരത് പേയ്മെൻറ്റ് ചെയ്ത ഉടൻ തന്നെ അവർക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ മാർക്കറ്റാണ്. നമുക്ക് ഫിസിക്കലായിട്ടുള്ള ഒരു നമ്മുടെ അപ്പിയറൻസ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ട് നമുക്ക് നടക്കുന്ന ഒരു കാര്യമാണ്. അതിന് നമുക്കൊരു പേയ്മെൻറ്റ് ഗേറ്റ് വേണം. ഇപ്പോൾ പലപ്പോഴും പേയ്മെൻറ്റ് ഗേറ്റ് വേ കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇപ്പോൾ അഗ്രിഗേറ്റർ ലൈസൻസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ പറഞ്ഞ പേയ്മെൻറ്റ് ഗേറ്റ് വേ കമ്പനീസിനെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പേയ്മെൻറ്റ് ഗേറ്റ് വേ ഒക്കെ ഓൺബോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നിരവധി പ്രോഡക്റ്റുകൾ ആഡ് ചെയ്ത് തരും. ഞങ്ങളുടെ ഈ ഒരു പാക്കേജിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് 15,000 രൂപയാണ് റേറ്റ്. നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് 100 പ്രോഡക്റ്റുകൾ കൂടി ലിസ്റ്റ് ചെയ്ത് നമ്മൾ തരും. 100 പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് തരും. റെഡിമെയ്ഡ് സൈറ്റ് ആയിരിക്കും. പേര് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് റെഡിമെയ്ഡ് ആയിട്ട് സെറ്റ് ചെയ്ത് തരുന്ന ഒരു പാക്കേജാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു 3 ടൈപ്പ് പാക്കേജും നിങ്ങൾക്ക് കേവലം 15,000 രൂപയുണ്ടെങ്കിൽ തുടങ്ങാൻ പറ്റുന്ന ബിസിനസ് മെത്തേഡാണ്. വേറെ യാതൊരുവിധ ചിലവുമില്ലാതെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. 2024 ആരെങ്കിലും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കെല്ലാം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് ഈ 3 മെത്തേഡുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. നമ്മുടെ തന്നെ ഇതിൻ്റെ വീഡിയോ ഉണ്ട്. അല്ലെങ്കിൽ അല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓഫീസിലെ ഈ കോൺടാക്ട് നമ്പർ ഉണ്ട്. കോൺടാക്ട് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഡീറ്റെയിലും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.